നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ശത്രുക്കൾ ഭാഗ്യം കൊണ്ടുവരൂ. ചിരിക്കരുത് നിങ്ങൾ, ഇറ്റ്സ് എ ഫാക്ട്. ഞാൻ അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ. ദയവായി പഴയ പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക, എല്ലാ ദിവസവും ഇത് ആവർത്തിക്കുന്നതിന്. ഓക്കെ, ഞങ്ങളുടെ ചാനൽ ഭാഗ്യം ചാനൽ ഭാഗ്യം കൊണ്ടുവരും എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. സ്വയം പുകഴ്ത്തുന്നത് മര്യാദയില്ലാത്ത ഔചിത്യമില്ലാത്ത കാര്യമാണ്, ശരി. പക്ഷേ 60 വയസ്സിന് ശേഷം ഞാനിത് വെട്ടി തുറന്നു പറയുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ലഭിക്കും എന്ന് അവകാശപ്പെടുന്നു. എന്നോടൊപ്പം, ഈ ചാനലിനോടൊപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം നേടാൻ പറ്റും എന്നൊക്കെയാണ് ഞങ്ങളിത് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു 2 മാസത്തേക്ക് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഈ 2 മാസത്തിനിടയ്ക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു നേട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുക. തീർച്ചയായിട്ടും ഞങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങളോടൊപ്പം ചേർന്നാൽ, ഞാനെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് സുഹൃത്തുക്കളും മറ്റ് ആൾക്കാരുമൊക്കെ എൻ്റെ കൂടെ ഈ ചാനലിനോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യം വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ദയവായി ഒന്ന് പരീക്ഷിക്കാം. 2 മാസത്തേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ശത്രുക്കൾ ഭാഗ്യം കൊണ്ടുവരുമോ? അതാണ് ചോദ്യം. വളരെ ക്രേസി ആയിട്ടുള്ളൊരു ഐഡിയ ആണിത്, ശരി. പക്ഷെ സംഭവം എന്താണ്? ഈ ശത്രുക്കൾ, നമ്മുടെ ശത്രുക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. നമ്മളെ വിമർശിക്കും, താഴ്ത്തി സംസാരിക്കും, നശിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ എല്ലാം കൊണ്ടും അവരെക്കാട്ടിലും താഴെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. ഓക്കെ, പല രീതിയിൽ, ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമുക്കെതിരായിട്ട് നമ്മളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. 1-2 പേരായിരിക്കില്ല, ആയിരക്കണക്കിന് പേരായിരിക്കും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. അതെന്ത് കാരണം കൊണ്ടാവട്ടെ. പക്ഷെ സംഭവം ഒരു 1000 പേര് അല്ലെങ്കിൽ ഒരു 10,000 പേര് നമ്മൾ നശിക്കണമെന്ന് പലതരത്തിൽ അവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ടു എവരി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് ന്യൂട്ടൻ്റെ ചലന നിയമം മാത്രമല്ല, പ്രപഞ്ച നിയമമാണ്. ഓക്കെ, ഒരാളെ ചവിട്ടി താഴ്ത്തിയ ആൾ, ഒരു സംശയവും വേണ്ട, ടു എവരി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ ഉയരുക തന്നെ ചെയ്യും. അപ്പോൾ ശത്രുക്കളെല്ലാം കൂടെ ചേർന്ന് നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കും. സംഭവിക്കുന്നത് എന്താണ്? കുറേയൊക്കെ നമ്മൾ താന്നങ്ങ് പോവും, ശരി. 10,000 പേര് ഒരുമിച്ച് ചവിട്ടി താത്ത് കഴിഞ്ഞാൽ താരുക തന്നെ ചെയ്യും. പക്ഷേ ടു എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ. നമ്മൾ ചവിട്ടി താഴ്ത്തപ്പെടുന്നുണ്ടോ അത്രത്തോളം തിരിച്ച് നമ്മൾ ഉയരുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ശത്രുക്കൾ വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യൻ ആരാണ്? ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളവനാണ് ഏറ്റവും ശക്തനായ മനുഷ്യൻ. എൻ്റെ ഒരു വിലയിരുത്തലാണ്. നമുക്കറിയാം
ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി ഏതാണ്ട് മുഴുവൻ പേരും, അയാൾ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഏതാണ്ട് മുഴുവൻ പേരും, അയാളുടെ പാർട്ടിക്കാരുൾപ്പെടെ അയാളുടെ ആൾ ശരിയല്ല, ഭയങ്കര ധാർഷ്ട്രീയമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷേ സംഭവിച്ചതെന്താണ്? 10 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടർന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് ആരാണ്? കേരളത്തിലെ ഏതാണ്ട് വലിയൊരു ശതമാനം, ഗണ്യമായ ഭൂരിപക്ഷം ശതമാനം ആൾക്കാരും എതിർക്കുന്ന ഒരാളായിരുന്നു ആ ഭാഗ്യം നേടാൻ യോഗ്യനായത്. ഓക്കെ, അതുപോലെ ഡൊണാൾഡ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾക്കാർ പോലും അയാളെ താഴ്ത്തിക്കെട്ടിയാണ്. ആൾ ശരിയല്ല, സംഭവം സത്യമാണ്. പക്ഷേ രണ്ടാമത്തെ ടേമിലേക്ക് അദ്ദേഹം പ്രസിഡൻ്റായി. അമേരിക്കയുടെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോകത്തിലെ രാജാവെന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യം, ഏറ്റവും കൂടുതൽ സൈനിക ബലമുള്ള രാജ്യം, എല്ലാം കൊണ്ടും മുൻപന്തിയിലാണ്. ആ രാജ്യം നിശ്ചയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെ നടന്നത്. ഇനിയുള്ള കാലം എന്തോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ആ രാജ്യത്തെ പ്രസിഡൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ രാജാവാവുന്നതിന് തുല്യമാണ്. ഈ ഡൊണാൾഡ് ട്രംപിനെ എതിർക്കുന്ന എത്ര പേരുണ്ട്? ഏതാണ്ട് 99% ആൾക്കാരും, ലോകത്തിലെ ആൾക്കാരും എതിർക്കുകയാണ്. പക്ഷേ അയാൾ പ്രസിഡൻ്റായി തുടരുന്നു. ഓക്കെ, അപ്പോൾ ശത്രുക്കൾ കൂടുതലുള്ളവർ മുൻപന്തിയിലെത്തുന്നു. ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന സംഭവമാണ്. കഴിഞ്ഞ ഏകദേശം 10-12 കൊല്ലത്തെ കാര്യങ്ങൾ എടുക്കൂ. മോദിജി തന്നെ എത്ര എതിർപ്പ് നേരിടുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ 13ാമത്തെ വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളവരാണ് ഇവരെല്ലാവരും. അവർ അധികാരത്തിൽ വരുന്നു, ഭരിക്കുന്നു, നമ്മളെ ഭരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വിലയിരുത്തലൊന്ന് ചിന്തിക്കാം. ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളവൻ ഏറ്റവും ശക്തനായ മനുഷ്യൻ. അല്ല, ഭിക്ഷക്കാർക്ക് വല്ല ശത്രുക്കളുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ശക്തനായ മനുഷ്യനാണ്. നിസ്സാരനായ എൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. എന്തോ കാര്യമെന്നറിയോ? എനിക്കറിയത്തില്ല എന്തോ കാര്യമെന്നുള്ളത്. ഒരാളുടെ കാര്യം ഞാൻ പറയാം. അയാൾ എന്നെ കണ്ണെടുത്താൽ എന്നെ കണ്ടുകൂടായേക്ക്. എന്തോ കാര്യമെന്നറിയാം? ഒരു കാര്യമില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ ഈകഴ്ത്തി സംസാരിക്കുക, എല്ലാ തരത്തിലും അദ്ദേഹം ഭയങ്കര പരിപാടി ചെയ്യുകയാണ്. ഇത് ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. എങ്കിലും അയാളുടെ കാര്യം മാത്രമേ ഞാൻ പറയാം. ഉദാഹരണത്തിന്, ഒരു കാര്യമില്ല, ചുമ്മാ ശത്രു. അങ്ങനെ ചുമ്മാ ശത്രുക്കൾ, അതായത് പ്രത്യേകിച്ച് ഗണ്യമായ ഒരു കാരണമില്ലാതെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നെങ്കിൽ മനസ്സിലാക്കുക, ഞാൻ വിലയിരുത്തുന്നത് അതാണ്, നിങ്ങൾ ശക്തനായ മനുഷ്യനാണ്. അത് മാത്രമല്ല, ശക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ഓപ്ഷൻ പറയാം, ദൈവാധീനമുള്ള മനുഷ്യനാണ് നിങ്ങൾ. ഓക്കെ, ദൈവാധീനമുള്ളവരെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ ആൾക്കാർ ശത്രു വിഭാഗത്തിൽപ്പെടുത്തും. അവരുടെ നിയോഗം എന്താണ്? അതായത് ഈ കൊതിന്നുണയും പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് വിഷജന്തുക്കൾക്ക്,
അവരുടെ നിയോഗം എന്താണ്? ദൈവം പറഞ്ഞു വിട്ടേക്കുന്നത്, ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് അവിടെ ചെന്ന് 10 പേരെ ഇകഴ്ത്തി സംസാരിക്കുക. അതാണ് അവരുടെ നിയോഗം. അവരുടെ നിയോഗം അവർ ശക്തമായിട്ട് വളരെ വിജയകരമായിട്ട് തന്നെ ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശത്രുക്കൾക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ശത്രുക്കൾ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യമൊക്കെ കുറേയൊക്കെ ചവിട്ടി താഴ്ത്തപ്പെടാം, പക്ഷേ തീർച്ചയായിട്ടും അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. നമ്മൾ ടോപ്പിൽ വരികയും ചെയ്യും. അതൊരു പോയിന്റ് ശത്രുക്കളുമായിട്ട് ബന്ധം. രണ്ടാമത്തെ ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഇതാണ്. നമ്മളെ ശത്രുക്കൾ ഇകഴ്ത്തി സംസാരിക്കുകയും താഴ്ത്താനും നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെതിരായിട്ട് നേട്ടങ്ങൾ നേടാൻ, ഇവരുടെ മുമ്പിൽ, ഈ ശത്രുക്കളുടെ മുമ്പിൽ നേട്ടങ്ങൾ നേടാൻ നമ്മൾ പ്രചോദിതരാകുക എന്ന ചെയ്യുകയാണ്. ഓക്കെ, അതായത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അതായത് ആരോടെങ്കിലുമൊക്കെ നമുക്കൊരു വാശിയൊക്കെ തോന്നുന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും ആയിത്തീരാൻ പറ്റത്തുള്ളൂ, അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കത്തുള്ളൂ. കാണാമറയത്തെന്ന് പറഞ്ഞ സിനിമയിൽ, പത്മനാഭൻ്റെ സിനിമയിൽ IV ശശി ഡയറക്റ്റ് ചെയ്തു, അതിനകത്തൊരു കഥാപാത്രം പറയുന്നു, റഹ്മാൻ അവതരിപ്പിച്ച കഥാപാത്രം. അയാളുടെ കാമുകി, അയാളെ പ്രേമിച്ച പെണ്ണ്, അയാളെ എല്ലാ തരത്തിലും ഇൻസൾട്ട് ചെയ്ത് താഴ്ത്താൻ ശ്രമിച്ചു. അതിന് ഒരു റിയാക്ഷൻ എന്നുള്ള നിലയിലാണ് അയാൾക്ക് നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞത്. നേട്ടങ്ങൾ നേടാൻ വേണ്ടി അയാൾ പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൊയ്യുന്നത്. അപ്പോൾ ശത്രുക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രചോദനം തരികയാണ്, ഇൻസ്പിറേഷൻ തരികയാണ്. അതായത് ഒരാൾ നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ മുമ്പിൽ ഒരാളാവാൻ വേണ്ടി നമ്മൾ പരമാവധി സ്പിരിറ്റോടെ, പരമാവധി ഊർജത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നു, നേട്ടങ്ങൾ നേടാനും ശ്രമിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ശത്രുക്കൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ ആകെ മൊത്തം ടോട്ടൽ അതിൻ്റെ അവസാനത്തെ റിസൾട്ട് ഇതാണ്: നമുക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റുന്നു, അഥവാ അതിനുള്ള ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നു ശത്രുക്കൾ. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ്, ശത്രുക്കൾ നമുക്ക് നേട്ടം കൊണ്ടുവരുന്നു, അതായത് ഭാഗ്യം. നേട്ടം സമം ഭാഗ്യം കൊണ്ടുവരുന്നു. പറഞ്ഞു വരുമ്പോൾ അതാണ് സത്യം. അപ്പോൾ ശത്രുക്കൾ വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ശത്രുക്കൾ പരമാവധി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ഒന്നും ചെയ്യണ്ട. നല്ല കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും നന്മയുള്ള കാര്യങ്ങൾ പറയുകയും നന്മയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് താനേ ശത്രുക്കൾ ഉണ്ടായിക്കോളും. വളരെ നിസ്സാരമായിട്ട് ശത്രുക്കളെ ഉണ്ടാക്കാം. ആരെയും ചീത്ത വിളിക്കുകയൊന്നും ചെയ്യണ്ട. നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ കുറച്ച് പണം ഒരാൾക്ക് കൊടുക്കുന്നു, പലിശയ്ക്ക് കൊടുക്കുകയല്ല, അയാളെ സഹായിക്കാൻ വേണ്ടി കൊടുത്തെന്ന് ചോദിച്ചു, 100% ഉറപ്പാണ് അയാൾ കാലാന്തരത്തിൽ നിങ്ങളുടെ ശത്രുവായി മാറുകയെന്ന് ചോദിച്ചു. അതുപോലെ നന്മയുള്ള പ്രവർത്തികൾ മാത്രം ചെയ്തു നോക്കൂ, നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിക്കോളും. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഇതാണ്: ശത്രുക്കൾ ഭാഗ്യം കൊണ്ടുവരുന്നു, നമുക്ക് നേട്ടം കൊണ്ടുവരുന്നു. ശത്രുക്കൾ എതിരായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയുടെ ഒരു നിയമം അനുസരിച്ച് അതിനെതിരായിട്ടുള്ളത് സംഭവിക്കും ഭാവിയിൽ. അതുപോലെ തന്നെ ശത്രുക്കളെ എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ നേട്ടം നേടാൻ വേണ്ടി കൂടുതൽ ഊർജത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ശത്രുക്കൾ ഉണ്ടാകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളവൻ
ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മനുഷ്യൻ. ഓക്കെ, തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് ഇനിയും വരും. നിങ്ങൾക്ക് ഭാഗ്യം, അതായത് ഞങ്ങൾ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രം, നേടിയെടുക്കാൻ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുടെ പെരുമഴ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം കൊണ്ടുവന്ന് തന്നിട്ടേ ഞാൻ പിൻവലിയത്തുള്ളൂ, കാലയവനികൾക്കുള്ളിൽ. എന്തായാലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ശുഭദിനം.